അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സുഹൃത്തുക്കളെ, നമ്മൾ പെരുന്നാളിൽ ലീവാണല്ലോ, എന്തായാലും കുട്ടികൾക്കൊക്കെ ലീവാണ്. അപ്പോൾ നമ്മളെന്തായാലും എവിടെയെങ്കിലും ടൂർ പോകുന്ന സമയത്ത് നമ്മൾ ഏതായാലും മക്കാമിലൊക്കെ ഒന്ന് കയറി സിയാറത്ത് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അത് വലിയൊരു റാഹത്താണ്. അങ്ങനെ ഞാനും ഫാമിലിയായിട്ട് പോവാം കേട്ടോ. ഞങ്ങൾ സത്യത്തിൽ പോകാൻ വിചാരിച്ചത് എന്തായാലും കോഴിക്കോട് ബീച്ചിലോ ഒക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങി മഞ്ചേരി. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങുകയെന്ന് വെച്ചാൽ ഒരു ഉച്ചയ്ക്ക് 1 മണീൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഇറങ്ങി. എന്തായാലും ജസ്റ്റ് ഏതായാലും പോവല്ലേ, നമ്മൾ പോകുന്ന സമയത്ത് മർക്കസ് നോളജ് സിറ്റി ഒന്ന് കാണണമെന്ന് ആദ്യം ആഗ്രഹമുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയതാണെങ്കിലും ഫാമിലി പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്കൊന്ന് കാണും ചെയ്യാം. നോളജ് സിറ്റി കണ്ടിട്ട് നമുക്ക് ബീച്ചിലോ എവിടെയെന്ന് വെച്ചാൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾ പോകുന്നവർക്ക് വേറെ സ്ഥലത്തൊക്കെ കയറിയിട്ടോ. എല്ലാം വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ മർക്കസ് നോളജ് സിറ്റി കാണാൻ പോകുന്നത്. അവിടെ സ്ത്രീകൾക്ക് പള്ളി കാണാൻ പറ്റുന്ന ദിവസങ്ങളുണ്ട്. അത് എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. ആഴ്ചയിൽ 1 ദിവസമാണോ 2 ദിവസമാണോ എന്ന് പറഞ്ഞു കേട്ടു. 2 ദിവസം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതും തന്നെ ദുഹർ നിസ്കാരത്തിൻ്റെയും അശർ നിസ്കാരത്തിൻ്റെയും ഇടക്കാണോ അതോ ദുഹർ നിസ്കാരത്തിന് മുമ്പാണെന്ന് അറിയില്ല. സാധാരണ ആണുങ്ങൾ പള്ളിയിൽ വല്ലാതെ വരാത്ത സമയത്താണ് സ്ത്രീകൾക്ക് കാണാനുള്ളൊരു അവസരമുള്ളത്. അപ്പോൾ കാണുവാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ പോകാമെന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് പോയതാണ് കേട്ടോ. എന്തായാലും ആണുങ്ങൾക്ക് എപ്പോഴും കാണാമല്ലോ. ഞാനൊരു പ്രാവശ്യം പോയതുമാണ്, പല പ്രാവശ്യം പോയതാണ്. എന്തായാലും ഞങ്ങൾ മർക്കസ് നോളജ് സിറ്റി കാണാമെന്ന് വിചാരിച്ച് പോയി. പ്രത്യേകിച്ച് ഇപ്പം ആളുകളൊക്കെ നല്ല വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മർക്കസ് നോളജ് സിറ്റി. പണ്ടത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഞ്ചേരിയിൽ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അരീക്കോട് റോഡ് വളരെ നല്ല റോഡാണ്. മർക്കസ് നോളജ് സിറ്റി വരെയുള്ള റോഡ് റബ്ബറൈസർ ഫുൾ ക്ലിയറാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. നേരെ മർക്കസ് നോളജ് സിറ്റിക്ക് ഒറ്റ പോക്ക് പോയാൽ മതി. ഏകദേശം പുതിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, പുതിയ പണികളൊക്കെ തുടങ്ങി സെറ്റപ്പാണ്. ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വരുന്ന സമയത്ത് അത്രയൊന്നും പുതിയ ബിൽഡിങ്ങുകളൊന്നും ഇപ്പം നല്ല സെറ്റപ്പായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗേറ്റ് കിടക്കട്ടെ. മർക്കസ് നോളജിൻ്റെ മെയിൻ ഗേറ്റ് അല്ല, വേറെ ഗേറ്റാണ്, സെക്കൻഡ് ഗേറ്റാണത്. അവിടെ ആദ്യം നമ്മുടെ ഫോൺ നമ്പറും പേരൊക്കെ എഴുതി വെച്ചിരുന്നു പണ്ടൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഓപ്പണായിട്ട് ഇട്ടേക്കാണ്. അതാണ് നമ്മൾ കാണുന്ന പള്ളി. ഇതെല്ലാവരും വീഡിയോയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ഇഷ്ടംപോലെ ഷോപ്പിംഗ് മാളുകളൊക്കെ സൈഡിൽ കൂടെയൊക്കെ ഷോപ്പിംഗ് കടകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. തിരക്കുണ്ട്. ഏകദേശം ഉച്ച സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. എന്നാൽ പോലും ആളുകൾ നല്ല രീതിയിലുണ്ടാവും. ഫാമിലികളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റുന്ന സമയമാണ്. പള്ളിൻ്റെ ഉള്ളിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ അതാണ് ഇത്ര സമയം പള്ളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കറങ്ങി ഷോപ്പിംഗ് ഞങ്ങൾ കടൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇറങ്ങിയിട്ടോ. മൊത്തത്തിലൊന്ന് പള്ളിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് പുറത്തൊക്കെ ഇറങ്ങി. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ പണ്ടത്തെ പോലത്തെ ഒരു വൃത്തിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ആളുകൾ കൂടുതൽ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ചൂട് സമയമല്ലേ, തണുപ്പാണെങ്കിൽ പുല്ലും കാര്യങ്ങളൊക്കെ മുളച്ച് ചെടികളൊക്കെ വൃത്തിയായിട്ട് നിൽക്കും. എന്തായാലും കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എന്തായാലും മർക്കസ് നോളജ് സിറ്റി കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തുനിന്നുള്ള വിഷയമാണിത്. ഇത് കണ്ടിട്ട് ഞങ്ങൾ മെയിൻ ഗേറ്റ് കൂടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു മക്കാമുണ്ട് ഇവിടെ അടുത്ത്. ആ മക്കാമിലാണ് പോകുന്നത്. ഒടുങ്ങാക്കുണ്ട് മക്കാം വന്നിട്ട്. അതിനടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മർക്കസ് നോളജ് സിറ്റി കോഴിക്കോട് നിന്നൊക്കെ വരുന്നവർ കാണാം. ഒരു മക്കാം വലിയൊരു പള്ളിയാണ്. അവിടെ ഒരു മഹാനവറുകൾ ആരാന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ ഒടുങ്ങാക്കുണ്ട് മക്കാമിൽ അതിൻ്റെ ചരിത്രം എന്താ പറയുന്നത് വെച്ചാൽ, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ നിന്നും സെയ്ദ് അലി അക്ബർ തങ്ങൾ അദ്ദേഹം അവർ ഫാമിലി ആയിട്ട് പണ്ട് വയനാട് വന്ന് താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നാടുകാണി ഭാഗത്തങ്ങോട്ട് വന്ന് താമസിച്ചിരുന്നു. താമരശ്ശേരി ചുരം ഭാഗത്ത് അവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മഹാനവറുകളുടെ മകനായ സെയ്ദ് ഹുസൈൻ ദില്ലി തങ്ങളാണ് അവിടെ മറവിട്ട് കിടക്കുന്നത്. ഒടുങ്ങാക്കുണ്ട് മക്കാമിൽ പള്ളി വലിയ പള്ളിയാണ്. പുതിയൊരു പള്ളിയും കാണാൻ നല്ല രസമുള്ള പള്ളിയാണ്. ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് ഭക്തരവിടെ വരുന്നുണ്ട് ദുആ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫാമിലികളും സ്ത്രീകളൊക്കെ ആയിട്ട് കുറേ അവിടെ കണ്ട്. മഹാനവറുകളുടെ ചരിത്രം അങ്ങനെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. ഞാനിവിടെ വായിച്ചതാണ്, അവിടെ അന്വേഷിച്ചപ്പം അറിഞ്ഞത് അതാണ്. അപ്പോൾ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് മഹാനവറുകളുടെ വാപ്പ അവിടെ വന്ന് താമസമായി. അങ്ങനെ മഹാനവറുകൾ മരിച്ച് അവിടെയാണ് മക്കബറ അവിടെ ഉള്ളത്. എന്തായാലും നമ്മൾ മർക്കസ് നോളജ് സിറ്റി പോകുമ്പോൾ പിന്നെ നമ്മൾ കോഴിക്കോട് പോവാണ്. കോഴിക്കോട് എന്തായാലും ബീച്ചിലൊക്കെ ഒന്ന് പോകണമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള മക്കാമുകളും ഒക്കെ കണ്ടിട്ട് പോവുകയാണെങ്കിൽ റാഹത്തല്ലേ. അങ്ങനെയാണ് നമ്മൾ മക്കാമിൽ പോകാൻ കാരണം കേട്ടോ. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ദുആ ചെയ്ത്, ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ഒന്ന് ദുആയൊക്കെ ചെയ്ത് വിസിറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. പക്ഷേ കോഴിക്കോട് നിന്ന് പോകുന്നതിൻ്റെ മുമ്പും വേറെ മക്കാമുകളുണ്ട്. അതുപോലെ മർക്കസിലെ പഴയകാലം നമ്മൾ സമ്മേളനത്തിന് പോയ മർക്കസൊക്കെ അവിടെ ഉള്ളത്. പോകുന്നവർക്ക് അതൊക്കെ കാണാൻ വിചാരിച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മക്കാമിൽ ഒന്ന് കയറി ദുആ ചെയ്ത്, അവിടെ ആളുകൾ ഈ കോഴിനെ ആടിനെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. നേർച്ചയാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ നേർച്ചകളും അവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും അസുഖം മാറാത്തവർക്ക് മാറുന്നും അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടെന്നാണ് തോന്നുന്നത്. ഞാനവിടെ കുറേ കാലിന് സുഖമില്ലാത്ത ആളുകളും ഒക്കെ അവിടെ വരുന്നത് കണ്ടു. അതായത് വീൽ ചെയറിലൊക്കെ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ പള്ളി. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഇത് പുതിയത് ഉണ്ടാക്കിയാൻ തോന്നുന്നു. മുമ്പ് കാലത്ത് ഒരു പഴയകാല രൂപത്തിലായിരുന്നു പള്ളി ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അത് പുതിയ രീതിയിൽ പള്ളിയൊക്കെ ആയി നല്ല ആളുകൾ വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആ ഹൈവേൻ്റെ സൈഡിൽ തന്നെയാണ്. വരുന്ന വഴിക്ക് ഹൈവേസ് ആർക്കും ജസ്റ്റ് ഒന്ന് കയറി ദുആ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ.
മഹാനവറുകളുടെ മക്കാമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ആളുകൾ ഈ എന്താണ് നമ്മുടെ ജാറ മൂടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ദ്വാ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ കോഴിക്കോടാണ് വരുന്നത്. കോഴിക്കോട് വരുമ്പോൾ മാനാഞ്ചിറേൻ്റെ അടുത്ത് നമ്മുടെ മിഠായിത്തെരുവ് കൂടിയൊക്കെ ഒന്ന് കറക്കാമെന്ന് വിചാരിച്ച്. അവിടെ ഷോപ്പിംഗ് മാൾ കടകളും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിലേക്കൊന്ന് വന്നു. ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്നുള്ളൂ. ഇങ്ങനെയൊക്കെ എല്ലാ മൊത്തത്തിലൊന്ന് കറങ്ങുമ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ ടൂർ പോകുകയാണ്. ടൂർ പോകുമ്പോൾ നമ്മൾ സിയാറത്തായിട്ട് കഴിയണം നമ്മൾ മക്കാമയിലും ഒക്കെ ഒന്ന് പോയി എല്ലായിടത്തും ഒന്ന് പോയിട്ട് എന്നാൽ നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പല പാർക്കിലൊക്കെ പോവുകയും ചെയ്യാം.